സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം പതിപോലെ ഞാൻ റഷീദ് തായലാർ. നിരവധി സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യണം എന്നുള്ളത്. എന്തായാലും അത് എനിക്കൊരു ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണ് ഇന്ന് മുതൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഈ ഇന്നത്തെ റിപ്പോർട്ട് ഇന്ന് മുതൽ ഒരു പുതിയ സെഗ്മെൻറ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് നാളെ വരാനുള്ള ഏതൊക്കെ കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത് എന്ന ഒരു സെഗ്മെൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നാളെ നോക്കുകയാണെങ്കിൽ 26-ാം തീയതി ഏപ്രിൽ 26, 2023 ബജാജ് ഫിനാൻസ്, മാരുതി സുസുക്കി, HDFC ലൈഫ് ഇൻഷുറൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ഇൻഡസ് ടവേഴ്സ്, L&T ടെക്നോളജി സർവീസസ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്, വോൾട്ടാസ്, സിൻജെൻ, പൂനൻവാല, ഫിൻകോർപ്പ്, KPIT, IIFL, തൻല, UTI അസറ്റ് മാനേജ്മെൻറ്റ്, ക്യാൻഫിൻ ഹോംസ്, സുപ്രീം പെട്രോകെമിക്കൽസ്, ഷോപ്പർ സ്റ്റോപ്പ്, JTL, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രിസിഷൻ കാസ്റ്റിങ്സ്, ഇതൊക്കെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിരിക്കണം എന്നില്ല. BSEയിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ എന്താ പറയുക പെന്നി സ്റ്റോക്കുകൾ അടക്കം ഇതിനകത്ത് ഉണ്ടാവും. ഈ ലിസ്റ്റിൽ അങ്ങനെ സോർട്ട് ചെയ്യാനൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും LKP, ബാലാസോർ, MRP അഗ്രോ, മൊഡല്ല വുളൻസ്, അൻഷുനി കൊമേഴ്ഷ്യൽസ്, ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ 26-ാം തീയതി റിലീസാകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കമ്പനിയായിട്ട് എനിക്ക് തോന്നിയത് ബജാജ് ഫിനാൻസ് ഉണ്ട്, മാരുതി, HDFC ലൈഫ്, SBI ലൈഫ് ഇൻഷുറൻസ്, പിന്നെ L&T ഉണ്ട്, ഒറാക്കിള്, വോൾട്ടാസ്, ഇത്രയും കമ്പനികൾ KPIT, IIFL, ഇത്രയും കമ്പനികളാണ് ഒരു പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,743 നിന്നും 18 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,761 ഇന്ന് ആരംഭിച്ചത്. 17,807 ഡേ ഹൈയും 17,716 ഡേ ലോയും വന്നതൊഴി കേവലം 90 പോയിന്റിൻ്റെ, അതായത് 0.51% മാത്രം ഇൻട്രാഡേ മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 17,761 നിന്നും 7 പോയിന്റ് ഇൻട്രാഡേ ലാഭത്തോടു കൂടി 17,769, അതായത് ഒരു ഡോജിയാണ് ഇന്ന് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയ 17,743 നിന്നും 26 പോയിന്റിൻ്റെ ലാഭം ഇന്നത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 18 പോയിന്റ് ഇവിടെ ഇൻട്രാഡേ ഗ്യാപ്പ് വന്നതും 7 പോയിന്റിൻ്റെ ഇൻട്രാഡേ പ്രോഫിറ്റും കൂടി, അങ്ങനെ ഒരു 26 പോയിന്റോളം ലാഭം ഇന്നലെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തെ ക്ലോസിങ്ങിലേക്ക് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 42,635 നിന്നും 96 പോയിന്റ് ഗ്യാപ്പോട് കൂടി 42,731 ഇന്ന് ആരംഭിച്ചത്. 42,865 ഡേ ഹൈയും 42,601 ഡേ ലോയും വന്നതുവഴി 264 പോയിന്റിൻ്റെ, അഥവാ 0.62% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 42,731 നിന്നും 53 പോയിന്റ് നഷ്ടത്തിൽ 42,678 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ അവസാനിച്ച 42,635 നിന്നും 678 ഏകദേശം 43 പോയിന്റിൻ്റെ ലാഭമാണ് ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇത് ബാങ്ക് നിഫ്റ്റി നഷ്ടമാണ് ഉണ്ടാക്കിയതായാലും കൂടി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തെ ക്ലോസിങ്ങിൽ എത്തുമ്പോൾ 43 പോയിന്റിൻ്റെ ലാഭം ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 18,992 നിന്നും 18 പോയിന്റ് ഗ്യാപ്പോട് കൂടി 19,010 ആരംഭിച്ചത്. 19,050 ഡേ ഹൈയും 18,934 ഡേ ലോയും വന്നതുവഴി 115 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്, അതായത് 0.61% ഇൻട്രാഡേ മൂവ്മെൻറ്റ്. ഇന്ന് ആരംഭിച്ച 19,010 നിന്നും 48 പോയിന്റ് നഷ്ടത്തോടു കൂടി 18,961 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ അവസാനിച്ച 18,992 നിന്നും 961 മാർക്കറ്റ് പോയത്, അതായത് 31 പോയിന്റ് ഇവിടെ നഷ്ടമാണ് ഫിൻ നിഫ്റ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്ന് ഇൻട്രാഡേയിലും നഷ്ടമാണ്. ഓവറോൾ പെർഫോമൻസ് നോക്കുക, ഇന്നലെ ഇന്നും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഫിൻ നിഫ്റ്റി താഴോട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അഥവാ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് 11.67, ഡേ ഹൈ 11.81, ഡേ ലോ 11.43 1.29% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.52 ഇന്ന് അവസാനിച്ചു.
പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ്, ബ്രിട്ടാനിയ, ബാങ്ക് ഓഫ് ബറോഡ, ബജാജ് ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസ് ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. HDFC ലൈഫ് 2% കൂടുതൽ, അതായത് 3.43% നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 9,244 കോടിയുടെ ബൈങ്ങും 9,652 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 408 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നിന്ന് അനുഭവപ്പെട്ടത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6,547 കോടിയുടെ നെറ്റ് 6,547 കോടിയുടെ ബൈയിങ്ങും 5,984 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 563 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നിന്ന് അനുഭവപ്പെട്ടത്. ഇതെല്ലാം കൂട്ടി ചേർത്ത് നോക്കുകയാണെങ്കിൽ 155 കോടിയുടെ നെറ്റ് ബൈയിങ് അല്ലെങ്കിൽ 155 കോടി രൂപ മാർക്കറ്റിലേക്ക് വന്നതായിട്ടാണ് ഡാറ്റകൾ നമ്മളോട് പറയുന്നത്. ഇനി ഈ ഒരു മാസത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,509 കോടിയുടെ ബൈയിങ്ങും 1,112 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 503 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇതുവരെ അവർ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 89,906 കോടിയുടെ ബൈയിങ്ങും 87,823 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 2,083 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ ഈ മാസം നോക്കുകയാണെങ്കിൽ 1,580 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലേക്ക് വന്നതായിട്ടാണ് ഇന്ന് വരെയുള്ള ഡാറ്റ നമ്മളോട് പറയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 1,094 രൂപയുടെ ലോസിലാണ് ട്രേഡ് അവസാനിപ്പിച്ചത്. 1.09% ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഞങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ 103 ട്രേഡിൽ നിന്നും 1,89,124 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇനി ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ആരംഭിച്ചത് യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് ആരംഭിച്ചു. അവിടെ നിന്ന് നേരെ ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ബ്രേക്ക് ഔട്ട് ലെവൽ 17,715 വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. വളരെ ചെറിയ, അതായത് ഓൾമോസ്റ്റ് ഒരു വളരെ നാരോ റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തത് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് 6.1 അഥവാ 17,787 ഒരു പ്രതിരോധം നേരിട്ടു. അവിടെ നിന്ന് തിരിച്ചിറങ്ങി താഴോട്ട് വന്നിട്ട് യെസ്റ്റർഡേ ഹൈയിൽ വീണ്ടും സപ്പോർട്ട് എടുത്തു. വീണ്ടും അത് അവിടെ ഒരു ബൗൺസ് ചെയ്ത് താഴോട്ട് മുകളിലോട്ടും ഇങ്ങനെ റബ്ബർ പന്ത് പോലെ തട്ടിപ്പോയി അവസാനിക്കുകയാണ് ചെയ്തത്. കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ട്രേഡുകൾ ഒന്നും തന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് R1 അഥവാ 42,652 മുകളിലാണ്. യെസ്റ്റർഡേ ഹൈയുടെ മുകളിൽ 42,714 മുകളിലാണ് ഓപ്പൺ ആയത്. അവിടെ നിന്ന് R1 അഥവാ 42,652 വന്നിട്ട് സപ്പോർട്ട് എടുത്തു. തിരിച്ച് R2ലേക്ക് 42,765 പോയിട്ട് അവിടെ നിന്ന് നേരെ R3 പോയി 42,879 പോയിട്ട് തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത്. അവസാനം മാർക്കറ്റ് വന്നിട്ട് R2 അവസാനിച്ച് 42,654 ലെവലിൽ വന്നിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെയും കാര്യമായ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല. ചെറിയ കുറച്ച് ട്രേഡുകൾ കിട്ടി എന്നല്ലാതെ ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ ട്രേഡുകളൊന്നും തന്നെ ഇന്നുണ്ടായിരുന്നില്ല. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെയും യെസ്റ്റർഡേ ഹൈയുടെയും ഇടയിലായിട്ട് ഓപ്പണായി. പിന്നെ R1 19,012 മുകളിലും താഴെയായിട്ട് വളരെ ചെറിയൊരു റേഞ്ചിൽ മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും കളിച്ചിട്ട് അങ്ങനെ തീർത്തു. അതായാലും ബ്രേക്ക് ഔട്ട് ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് അവിടെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഓൾ ടുഗദർ നമുക്ക് ഈ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ ഈ മാസത്തെ ഹൈ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നിഫ്റ്റിയുടെ ഹൈ പ്രതീക്ഷിക്കുന്നത് 17,796 ഓൾറെഡി അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു പുൾ ബാക്ക് വന്നിട്ട് താഴെ 17,599 നമ്മുടെ R1 എന്ന് പറയുന്ന 17,599 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പൊങ്ങിയിട്ട് ഇന്ന് പോയി നമ്മുടെ മന്ത്ലി ഹൈ അല്ലെങ്കിൽ ഈ മാസത്തെ ഹൈ എന്ന് പ്രതീക്ഷിക്കുന്ന 17,796 ടച്ച് ചെയ്ത ഉടനെ തന്നെ തിരിച്ചിറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ ഒരു പോക്ക് ഈ റാലി കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പോക്ക് ഇവിടെ പോയി പുൾ ബാക്ക് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു. ഇനി ഇവിടുന്ന് നേരെ കയറി അങ്ങോട്ട് മുകളിലോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുവരെയും പറഞ്ഞ രീതിയിൽ പോയിട്ടുണ്ട്. ഇനി നോക്കാം അടുത്തത് എങ്ങോട്ടാണ് മൂവ്. അതായത് ഇനി നാളെ 17,830 നാളെ ക്രോസ് ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് ലൈൻ. 830 ക്രോസ് ചെയ്തിട്ട് ഒരു 806, അതായത് ഈ കഴിഞ്ഞ 17-ാം തീയതി വന്ന ഡേ ഹൈ 17,863 മുകളിൽ നാളെ ഒരു ക്ലോസിങ് ഗ്രീൻ ക്യാൻഡിൽ തരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് 18,060 അടുത്ത ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ മാസത്തേക്കുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ഈ മാസത്തെ ഒരു ടാർഗറ്റ് അത് തന്നെയാണ്. നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ 17,368. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്
599 സെക്കൻഡ് ടാർഗറ്റ് 17,830 തേർഡ് ടാർഗറ്റ് 18,060 സോ ഈ മാസം എൻ്റെ ആകുമ്പോഴത്തേനും 18,060 ടച്ച് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതിനകത്ത് കൂടുതൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഡോജി ആയതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു ഡോജി രണ്ട് രീതിയിലും നമ്മളെ ട്രാപ്പ് ചെയ്ത് കളയും. കാരണം ഒന്നുകിൽ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ നാളെ ഇവിടെ ഒരു ക്യാൻഡിൽ ഈ രീതിയിലായിരിക്കും വരിക. നോർമലി ഇങ്ങനെ ഒരു ഡോജി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു റിവേഴ്സലിന് കാരണമാകാറുണ്ട്. അങ്ങനെ ഒരു റിവേഴ്സലിന് കാരണമാകുന്നുണ്ടെങ്കിൽ നാളെ മിക്കവാറും താഴോട്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിലോ ഗ്രീൻ ക്യാൻഡിലോ ആയിരിക്കും വരിക. അതായത് ഇന്നത്തെ ബോഡിയുടെ താഴെയായിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാൻഡിലാണ് വരാൻ സാധ്യത. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിനാണ് നാളെ സാധ്യതയുള്ളത്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ എബോവായിട്ട് നാളെ ഒരു ക്യാൻഡിൽ വരും. അല്ല ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ പുൾ ബാക്ക് ഒക്കെ എടുക്കാൻ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 17,599 തിരിച്ചിറങ്ങി വരാനുള്ള ഒരു ശ്രമമായിരിക്കും നാളെ നടത്തുക. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓൾറെഡി ഒരു ട്രെൻഡിൻ്റെ ആ ഒരു ബുള്ളിഷ് കൺഫർമേഷൻ തന്നെയാണ് അത് തരുന്നത്. വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കയറിപ്പോവാണെങ്കിൽ ഓൾറെഡി ഇതിവിടെ വന്ന് ഒരു പുൾ ബാക്ക് എടുത്ത് സപ്പോർട്ട് എടുത്തിരിക്കുന്ന സ്ഥലം കണ്ടോ. കൃത്യമായിട്ടും 42,004 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ഇന്ന് വന്നിരിക്കുന്ന 42,808 പോയിന്റ് 42,808 ടെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പുൾ ബാക്ക് വന്ന് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ വന്നിട്ട് നിൽക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് തിരിച്ച് ഈ രീതിയിൽ കണ്ടിന്യൂഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. ചിലപ്പോൾ ഇതിൻ്റെ ലെവൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. 1-ാം തീയതി മുതൽ നിങ്ങൾക്കായിട്ട് ഈ ലെവൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും പുതിയ മാസത്തിൻ്റെ. സോ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ധാരണ നാളെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പുതിയ ക്യാൻഡിൽ വരും എന്ന് തന്നെയാണ്. ഇൻ കേസ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോവാണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് സാധ്യതയുള്ളത് 42,406 ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു റെഡ് ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങി വരുന്ന കാര്യമാണ്. സെക്കൻഡ് അതായത് പ്ലാൻ എ നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ആയിട്ട് ഇതാണ് സാധ്യതയുള്ളത്. സോ നാളത്തെ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് നാളെ ലൈവായിട്ട് നോക്കാം. ആരും എന്താ പറയുക ഓപ്ഷൻസ് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് നെയ്ക്കഡ് ബൈ ചെയ്തിട്ട് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യരുത്. വലിയ സാമ്പത്തിക നഷ്ടത്തിന് അത് കാരണമാവും. അതുപോലെ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ആരും പോയി ട്രേഡ് ചെയ്യരുത്. ഞാൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ലാഭത്തിനോ നഷ്ടത്തിനോ ഒരു ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് വെച്ചിട്ട് ആരും ട്രേഡ് ചെയ്യരുത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും കണ്ടില്ലേ, ഇത് ആ രീതിയിൽ തന്നെയാണ് ഒരു പുൾ ബാക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കയറി പോകണം, നല്ല രീതിയിൽ കയറി പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ 18,184 ഫിൻ നിഫ്റ്റിയുടെ ഈ മാസത്തെ ടാർഗറ്റ്. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ആ രീതിയിൽ, കാരണം ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻറ്റം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ഈ മാസത്തേക്കുള്ള ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടേതാണെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയുടെ ടാർഗറ്റ്, നിഫ്റ്റിയുടെ മൊമെൻറ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 18,060 ഈ മാസം നിഫ്റ്റി അച്ചീവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് 17,796 ആണെങ്കിലും ഒരു മാക്സിമം ലെവൽ എന്ന രീതിയിൽ 18,060 വരെ പോയേക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ഈ മാസത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. ഇനി ഇൻ കേസ് താഴോട്ട് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 17,599 അവിടെ ബ്രേക്ക് ചെയ്താലും എന്തായാലും 17,368 300ൻ്റെ താഴോട്ട് മാർക്കറ്റിന് പോകാൻ സാധ്യതയില്ല. മാക്സിമം ഒരു ലോവർ ലെവൽ പോവുകയാണെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നോട്ട്രേറ്റ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി വരികയാണ് വേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഇത്രയാണ് കാര്യങ്ങളുള്ളത്. പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് എവറി 500 സബ്സ്ക്രൈബേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സ്, ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോർമലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മാക്സിമം ഒരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് തരിക. ഓൾറൈറ്റ്, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.